2019 ഏപ്രിൽ 12 ഫ്ലോറിഡയിൽ ഉടമയെ കൊന്ന അരുമയായ പക്ഷിയുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഞെട്ടാൻ വരട്ടെ. പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷിയെക്കുറിച്ചാണ്. കാസോവരി. എമു പക്ഷികൾക്ക് സമാനമാണ് കാസോവരി പക്ഷികളും. പ്രകോപനമുണ്ടായാൽ കാസോവരിയെ പോലെ അപകടകാരിയായ പക്ഷി മറ്റുണ്ടാവില്ല. പറക്കുവാനുള്ള കഴിവില്ലാത്ത വിഭാഗക്കാരാണിവ. തലയ്ക്ക് മുകളിലായി ഹെൽമറ്റ് പോലെയുള്ള കവചം പ്രത്യേകതയാണ്. കൂട്ടത്തിൽ ഭീമന്മാർ സതേൺ കാസോവരികളാണ്. ന്യൂഗിനി, ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിൽ കാണപ്പെടുന്ന സതേൺ കാസോവരിക്ക് 5 അടിയിലധികം വരെ ഉയരമുണ്ടാവും. ന്യൂഗിനിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കുള്ളന്മാരായ കാസോവരികളെ കാണാൻ കഴിയും. നോർത്തേൺ കാസോവരിയാണ് മറ്റൊരു വിഭാഗക്കാർ. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലോടുവാൻ ഇവയ്ക്ക് സാധിക്കും. കരുത്തേറിയ കാലുകളാണ് വേഗത്തിലോടുവാൻ ഇവയ്ക്ക് സഹായകമാകുന്നത്. കടാര പോലെ മൂർച്ചയേറിയ നഖങ്ങളുണ്ട് കാസോവരി പക്ഷികൾക്ക്. മഴക്കാടുകളിൽ ഇവയ്ക്ക് സംരക്ഷണമേകുന്നത് കട്ടിയേറിയ തൂവലുകളാണ്. പെൺപക്ഷികൾക്കാണ് ആൺപക്ഷികളെക്കാൾ വലിപ്പം. ആൺപക്ഷികളെ അപേക്ഷിച്ച് കടുപ്പമേറിയ നിറത്തിലായിരിക്കും പെൺപക്ഷികൾ കാണപ്പെടുക. 2-3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തലയിൽ ഹെൽമറ്റ് പോലെയുള്ള കവചം കാസോവരികളിൽ രൂപപ്പെടുക. സതേൺ കാസോവരികളും കുള്ളൻ കാസോവരികളും ബൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളിലൂടെയാണ് മഴക്കാടുകളിൽ പരസ്പരം ആശയവിനിമയം നടത്തുക. നോർത്തേൺ കാസോവരികളാണ് ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നത്. ഏകാന്തവാസികളാണ് പലപ്പോഴും കാസോവരി പക്ഷികൾ. ഈ കാലയളവിൽ 2 ആൺപക്ഷികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ പ്രദേശം വിടുന്നതുവരെ ഇരു പക്ഷികളും മുഴക്കമുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാസോവരി പക്ഷികളുടെ പ്രജനന കാലയളവ്. കരയിൽ തന്നെ കൂടൊരുക്കിയാണ് മുട്ടയിടുന്നത്. ഇലകളും മറ്റും കൊണ്ടാണ് കൂടൊരുക്കുക. പെൺപക്ഷി 3 മുതൽ 5 വരെ മുട്ടകളിടും. മുട്ടകൾക്ക് പച്ച നിറമാണ്. കോഴിമുട്ടയെ അപേക്ഷിച്ച് 10 മടങ്ങ് ഭാരം മുട്ടകൾക്കുണ്ട്. 500 മുതൽ 600 ഗ്രാം വരെയാണ് മുട്ടകൾക്ക് ഭാരം. മുട്ട ഉപേക്ഷിച്ചു പോകുന്ന പെൺപക്ഷികൾ മറ്റ് ആൺപക്ഷികളുമായി ഇണചേരാനുള്ള സാധ്യതയുമുണ്ട്. ആൺപക്ഷികളും വ്യത്യസ്തരല്ല. മറ്റ് ഇണകളെ തേടി ഇവ പോകാറുണ്ട്. മുട്ടയിട്ട ശേഷം ആൺപക്ഷിയെ മുട്ടയേൽപ്പിച്ച് പെൺപക്ഷികൾ യാത്രയാകും. 60 ദിവസത്തോളമാണ് അടയിരിക്കൽ കാലയളവ്. ഇക്കാലം അത്രയും ആൺപക്ഷിയാകും മുട്ടകൾ സംരക്ഷിക്കുക. മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വരകൾ കാണാം. എന്നാൽ ആദ്യ വർഷം തന്നെ ഇത് മായുകയും ദേഹം തവിട്ട് നിറത്തിലാകുകയും ചെയ്യും. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.